എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം മാർക്കറ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്ലസ്സിലായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, നിഫ്റ്റി ഹൈ ഓപ്പണിംഗ് വന്നു, അതിനുശേഷം 6-1 മുകളിൽ പോയി, അതിന് കുറച്ചിറങ്ങി, പിന്നെ തിരിച്ച് വീണ്ടും കയറി. ആദ്യത്തെ ഹൈ അടിച്ചില്ല, പിന്നെയും തിരിച്ച് താഴോട്ടിറങ്ങി, 6-1 താഴോട്ടിറങ്ങി. പിന്നെ നോക്കട്ടെ എത്ര പോയിൻ്റാണ് വരുന്നതെന്ന് നോക്കട്ടെ. പക്ഷേ ഇത് വലിയ മൂവ്മെൻറ്റ് തന്നിട്ടില്ല. 125, 129 എന്ന് ഒരു 40-50 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റേ ഉള്ളൂ, നല്ല മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഓപ്ഷൻസിനകത്ത് എല്ലാവർക്കും നല്ലതായിട്ട് എന്താണ് പറയുന്നത്, പ്രീമിയം നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ടായിരിക്കും. കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഒരു നല്ല വോളിയം ഇല്ല. അതും ഇതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, 6-1 ടച്ച് ചെയ്തു ഇറങ്ങി, അതിനുശേഷം വീണ്ടും ജസ്റ്റ് ഹൈ അടിച്ചു, വീണ്ടും പിന്നെ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരുന്നു ഫുള്ള്. അപ്പം ഓപ്ഷൻസിൻ്റെ പ്രീമിയം എല്ലാം നല്ല രീതിയിൽ മെൽറ്റായി പോയിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ, ഹൈയിൽ പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാൻസ് 25,450 തൊട്ട് 25,700 വരെ, ആ റേഞ്ചിനുള്ളിൽ കയറിപ്പോം മാക്സിമം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 58, 59, 57,800 തൊട്ട് 59 വരെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുകളിലോട്ട് പോകണമെങ്കിൽ മാക്സിമം പോകാനൊരു ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഇറങ്ങുവാണെങ്കിൽ, ഇറക്കം നമുക്ക് പറയാൻ പറ്റില്ല എത്രയും പോകുന്നു, പക്ഷേങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാനും ചാൻസ് ഉണ്ട്. വോൾട്ടൈൽ ഇൻഡെക്സിൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്, അപ്പം വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷന് മാർക്കറ്റ് സൈഡ് വൈസ് മൂവ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ച് മാക്സിമം ഞാൻ പറഞ്ഞ റേഞ്ചിലോട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെടുത്തിരുന്ന ഷെയറുകളാണ്, ഇത്രയും ഷെയറുകളായിരുന്നു നമ്മൾ CPR ചാർട്ട് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത്. അതിനകത്ത് HSPL ഷെയർ വൺ സൈഡ് മൂവ്മെൻറ്റാണ്. പക്ഷേ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു ചാൻസ് എനിക്ക് ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടിയായിരുന്നു. ഈ ഒരു ചാൻസ് ചെറിയൊരു 200 ഷെയറിനകത്ത് ചാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് അപ്പർ സർക്യൂട്ട് അടിച്ചു. ക്രബ്സ് ബയോക്കകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ക്രബ്സ് ബയോ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ് 6-1 നോക്കട്ടെ, 6-1 R2ൻ്റെ മുകളിൽ ഓപ്പണായി നേരെ R3 പോകാതെ ഇവിടെ അടിച്ചു, R2ന് താഴോട്ടിറങ്ങി. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് ഇത്രയും പോവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 108 എന്നത് 103.51 ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബജാജിൻ്റെ ഇത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അത് കണ്ടിന്യൂസ് ഹെവി മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുക. 240 ഈ ഷെയർ കയറാൻ തുടങ്ങിയതാണ്. ഇത് നാളെ മിക്ക ഇത് 20 ഏകദേശം 55% 3 ദിവസം ഇട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയറിനകത്ത് നാളെ ഇത് 10% പോവും. ഹൈ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ചാൻസ് നല്ലത് കിട്ടും. അതല്ല എങ്കിൽ ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ വീണ്ടും പോയി അപ്പർ സർക്യൂട്ട് അടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്യൂബെക്സ് ട്യൂബിങ്സ് എന്ന് പറഞ്ഞ ഈ ഷെയർ ഇവിടെ ഹൈ ഓപ്പണിംഗ് വന്ന് ഇവിടെ ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട്. പക്ഷെ അത് നിമിഷം കൊണ്ട് കയറിപ്പോയി. ഇവിടെ എൻട്രി എടുക്കാനൊരു സമയം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേങ്കിൽ ഇവിടുന്ന് നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ ചാൻസ് ഇവിടുന്ന് കട്ടായി ഇവിടുന്ന് എടുത്തതിന് ശേഷം കുറേ നേരം ഇവിടെ നിന്ന് നിറങ്ങിയുള്ള ട്രേഡിങ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അതിന് ശേഷം കുറച്ച് പ്രോഫിറ്റ് കാണിച്ചൊരു 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. മുത്തൂറ്റ് ഫൈനാൻസ് ഇവിടെ നോക്കിയാൽ ഒരു ചാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി 6-1 വരെ പോയി, 6-1 അവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ 2,516 എന്ന് 2,492 വരെ വന്നു. 23-24 രൂപയ്ക്ക് അടുത്ത് അത് ഇത് തന്നിട്ടുണ്ടായിരുന്നു. TVS ഇലക്ട്രോണിക്സ് ഇവിടെ
ഏകദേശം മുട്ടിട്ട് ഇറങ്ങി 498 എന്നത് 475 വരെ വന്നു. പിന്നെ വൺ സൈഡ് മൂവ്മെൻ്റ് തന്നെ ലാസ്റ്റ് ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചോള ഹോൾഡിംഗ് ഓപ്പണിങ് ഇവിടെ വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അതിനുശേഷം R1 പോകാതെ ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ 1964 എന്നൊരു എൻട്രി എടുത്താൽ നമുക്ക് 1929 വരെ നല്ല പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് പോയി പുതിയ ഹൈ അടിച്ചു. അതിനുശേഷം വീണ്ടും തിരിച്ചിറങ്ങി ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. പക്ഷേങ്കിൽ ഇത് ഹൈയും അടിക്കുന്നില്ല, സൈഡ് വേസ് മൂവ്മെൻറ്റ് പോലെ ഒന്ന് ലാസ്റ്റിലോട്ട് കയറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ എടുത്താൽ നമുക്ക് ലോസിൽ കട്ട് ചെയ്യേണ്ടി വരും. യൂണിവാസ്തു എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ ഇവിടെ വെച്ചാണ് അടിക്കുന്നത്. ഇവിടെ അടിച്ചിട്ട് ഇറങ്ങും. പിന്നെ അത് മൂവ്മെൻറ്റ് മേപ്പോട്ടുണ്ട്. 262 എന്നത് 251. സ്റ്റെർലിംഗ് ടൂൾസ് ഇവിടെ ഓപ്പണിംഗ് ഹൈ ആയിരുന്നു, 6 മുകളിൽ പോയി. അതിനുശേഷം ഇവിടെ ഇറങ്ങി 385 എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇവിടെയാണ് 390. അപ്പം 5 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇവിടെ എടുത്താൽ 385 എന്നത് 373. കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് അതും തരുന്നുണ്ട്. RK ഫോർജും പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് നോക്കി 672 മുകളിൽ പോയി. അതിനുശേഷം 657. BSC ആണെങ്കിലും ഓപ്പണിങ്ങിൽ വൺ സൈഡ് പോയിട്ട് R1 പ്രീവിയസ് ഡേ ഹൈ R2 അടിച്ചിട്ട് ഇറങ്ങി. നമ്മളിവിടെ 3010 എന്ന എൻട്രി എടുത്താൽ നമുക്ക് 2967 വരെ കിട്ടുന്നുണ്ട്. DTI എന്ന് പറയുന്ന ഷെയർ അതിനകത്ത് ചാൻസ് ഇല്ല. BL R1 ചാൻസ് വരുന്നുണ്ട്. R1 395 എന്നത് 303 രൂപ. MICL എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് അത് 70 എന്ന് 65 സംതിങ് തരുന്ന ഗോദ്രേജ് ഇൻഡസ്ട്രീസ് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. അതിനുശേഷം നോക്കിയാൽ മതി, ഇവിടെ ഹൈ അടിക്കുന്നില്ല. 2484 2456. ഗോദ്രേജ് ഇൻഡസ്ട്രീസിനകത്ത് ചാൻസ് ഇല്ല, അപ് ടൗണിനകത്ത് ചാൻസ് ഇല്ല. അപ്പം കുറേ ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ട്. നമുക്കിപ്പം ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ ഇങ്ങനെ ഇട്ടേക്കുന്ന ഷെയർ തന്നെ ഇവിടെ ചേഞ്ച് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഹൈയിൽ പോകുന്ന ഷെയർ. അപ്പോൾ ആ ഷെയറിൻ്റെ ലെവലുകൾ നോക്കി നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പം ഇത്രയേ ഉള്ളായിരുന്നു നമുക്ക് ഇന്നത്തെ ചാൻസ് വന്ന ഷെയർ. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നമ്മൾ നോക്കിയാൽ ഇവിടെ നോക്കി നമ്മൾ 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 16 ഷെയർ ഈ BSC എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിച്ചോണം. BSC വന്നിട്ട് ഈ ഹൈയോ R1 ഒക്കെ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് തരാൻ ചാൻസ് ഉണ്ട്. ഈ ഷെയർ BSC എന്ന് പറയുന്ന ഷെയർ അതാണ്. ഇപ്പം BSC ശ്രദ്ധിക്കുക. MCX വലിയ ഷെയറാണ്. ഞാനത് നിങ്ങളോട് അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് കപ്പാസിറ്റി ഉള്ളവർക്ക് ചാൻസ് എടുക്കാം. ലെവലുകൾ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം, അല്ലെങ്കിൽ വിട്ടേക്കുക ഷെയർ. IIFLനകത്തും 499 R1 R2 റേഞ്ചിൽ നിന്ന് താഴോട്ടൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സുദർശൻ കെമിക്കൽ 1300 ക്ലോസിങ്. ഇത് വീണ്ടും നാളെ 1300 മുകളിൽ പോയിട്ട് 1300 താഴെ ഇറങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. വെസ്റ്റ് ലൈഫ് നോക്കി ചെയ്താൽ മതി. R1 ഒക്കെ വരുവാണെങ്കിൽ R2 വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ്. TVS ഇലക്ട്രോണിക്സിനകത്ത് ഹൈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത. ബാലു ഫോർജ് R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യം ഇത്രയും വന്ന സ്ഥിതിക്ക് 800 റേഞ്ച് ഒരു പ്രാവശ്യം അടുത്ത് വരാനോ അല്ലെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. മെത്താനലോയ് എന്ന് പറയുന്ന ഈ ഷെയർ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ തോന്നുന്നു. ഓറിയൻപെല്ല് വോളിയം കുറവാണ് ഈ ഷെയറിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വേറെ നല്ല വോളിയുള്ള ഷെയർ നമുക്ക് ചാൻസ് കിടക്കുമ്പോൾ അതിനകത്ത് ചെയ്യുക. വോളി ഇല്ലാത്ത ഷെയറിനകത്ത് അധികം ചെയ്യാതിരിക്കുക. OCCL ലിമിറ്റഡ് അതിനകത്ത് ഹൈയും R1 അടുത്തടുത്ത്. അപ്പോൾ ഈ 2 റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷം ഈ 2 റേഞ്ചിന് താഴെ പോയെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം.
കാപ്രി ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഷെയർ 189. ഇതിനകത്തൊരു നല്ല മൂവ്മെൻറ്റ് ചിലപ്പോൾ നാളെയും കിട്ടും. അപ്പോൾ ഈ R2 വന്നിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പക്ഷേ R1 എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുക, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. OCC എന്ന് പറയുന്ന ഈ ഷെയർ 250 അപ്പർ സർക്കിട്ടാണ്. ഇതിന് മുകളിലോട്ട് 4 ഷെയർ അപ്പർ സർക്കിട്ടാണ്. ഈ 4 ഷെയർ HBSL-നകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ബജാജ് എന്ന് പറഞ്ഞത് ഹെർക്കുലീസ് ഓയിൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറാണ്. ബജാജിൻ്റെ തന്നെ കമ്പനിയാണ്, പക്ഷേങ്കിൽ ഇത് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് തന്നിട്ടുള്ള ഷെയറാണ്. നാളെ ഇത് ഹൈ ഓപ്പണിങ് വന്നിരുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതായത് R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല നാളെ ഓപ്പണിങ്ങിൽ 405 10 പോയിട്ട് 400 കട്ട് ചെയ്ത് ഇറങ്ങിയാലും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സൊമാനി സെറാമിക് എന്ന് പറയുന്ന ഷെയർ നോക്കുക, അത് R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇതെല്ലാം നമ്മൾ ലെവലുകൾ ഇങ്ങനെ പറയുന്ന, ഇങ്ങനെ ലെവലുകൾ കട്ട് ചെയ്താൽ നമുക്ക് ചാൻസ് കൂടുതലാണ് താഴോട്ട് ഇറങ്ങാനുള്ളത്. അപ്പം നിങ്ങൾ ആ സമയത്തെ മൂവ്മെൻറ്റ് നോക്കി ചെയ്യുക. എപ്പോൾ എടുത്താലും അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷെയറുകളെ പറ്റി ഉള്ള നാളത്തെ ഷെയർസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നാളെ നോക്കി റിസ്ക് എടുക്കാത്ത രീതിയിൽ നമ്മുടെ കപ്പാസിറ്റിക്കുള്ളിൽ ഇരുന്നുള്ള ട്രേഡിങ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.